മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കിടയിൽ എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഓവറോൾ എനർജിയിൽ വന്നിരിക്കുന്ന ഹെർമിറ്റാണ്. എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതെന്നുള്ളത് നോക്കാം. ടെൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ഈ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പിന്നെ അതുപോലെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഒരു നീതി. പിന്നെ നമുക്ക് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നിങ്ങളുടെ വ്യക്തി ഹെർമിറ്റ് വന്നുകൊണ്ട് തന്നെ നിങ്ങളെ വിചിത്രമായ ഒരു സത്യം നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവരുടെ, അതായത് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഡീപ്പായ ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി മുന്നോട്ട് പോയിരുന്ന ഒരു ബന്ധമാണ്. നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, കുട്ടികളൊക്കെയുള്ള ഒരു ബന്ധമായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയാണ്, അല്ലെങ്കിൽ ഒരു മാരേജിലേക്കെല്ലാം എത്തിനിക്കപ്പെട്ട ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് പോലെയാണ്, വൈഫ് പോലെയാണ്, അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ അവരെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ ആൾ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ, ആ ഒരു സത്യം നിങ്ങളിൽ നിന്നും വിചിത്രമായ ഒരു സത്യം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നീതി തരാൻ പോകുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഡിവൈൻ കണക്ഷൻ ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇത് സാധാരണ ഒരു ബന്ധമല്ല, ഇത് സാധാരണ ഒരു കണക്ഷൻ അല്ല. നിങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് സാധാരണ ഒരു ബന്ധമല്ല, ഇത് ഡിവൈൻ കൂട്ടി യോജിപ്പിച്ച ഒരു ബന്ധമാണ് എന്നുള്ളൊരു സത്യം നിങ്ങളുടെ വ്യക്തിക്കും മനസ്സിലായി. കാരണം അവർക്കും നിങ്ങളോട്, നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഒരു വ്യക്തിയെടുത്ത് സോൾ കണക്ഷൻ തോന്നുന്നത്, അതേപോലെ തന്നെയാണ് അവർക്കും നിങ്ങളെടുത്ത് തോന്നുന്നത്. അപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഈ ഒരു സമയത്ത് അവരൊരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കൊണ്ടുവരുന്നു. അപ്പം നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ, ഇവിടെ കണ്ടു ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥയാണ്. അവർ ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളെ. അപ്പോൾ ഈ ഒരു അവസ്ഥ അവർക്ക് തുടരാൻ ഇനി താല്പര്യമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് നിങ്ങളും ആയിട്ട് അവർ ഡിവൈനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സമയത്ത്, എല്ലാം ഒന്ന് ശരിയായി കിട്ടണം. കാരണം നിങ്ങൾക്കിടയിൽ പല തടസ്സങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. പലരുടെയും ഇടപെടലും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നല്ലതുപോലെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ചില സാഹചര്യത്തിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വഴക്കുണ്ടായിട്ടുണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർ നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെടുന്നുണ്ടാവാം നല്ല രീതിയിൽ. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചില ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കാത്ത നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സമയത്തൊന്നും നിങ്ങളുടെ വില മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴാണ് അവർ കറക്റ്റായിട്ട് നിങ്ങളെക്കുറിച്ച് എന്താണ്, നിങ്ങൾ എത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ള ആ ഒരു സത്യം അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ തിരിച്ചറിയാതെയാണ് അവർ നിങ്ങളിൽ നിന്നും പോയതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തി തന്നെ ആയിരിക്കാം, നിങ്ങളുടെ വില മനസ്സിലാക്കാത്തൊരു വ്യക്തിയായിരിക്കാം. ഒരുപാട് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ പിരിക്കാൻ ഒരിക്കലും, അത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ആർക്കായാലും, ഇപ്പോൾ ഇവിടെ കണ്ടോ മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കണക്ഷനിൽ നിന്ന്, ഈ ഒരു നിങ്ങളുടെ ബന്ധം തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് തേർഡ് പാർട്ടി കണക്ഷനൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളെ തമ്മിൽ അകറ്റാൻ ഒരിക്കലും ഒരു ശക്തിക്കും പറ്റില്ല. കാരണം ഡിവൈൻ കൂട്ടിയോജിപ്പിച്ച ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും നിങ്ങളുടെ ബന്ധത്തെ ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ല. ഇവിടെ നീതി നിങ്ങളുടെ ബന്ധത്തിനാണ്. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ജസ്റ്റിസാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നീതി തരാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കൂടുതലായിട്ട് എന്താണെന്നുള്ളത്.
ഇത് കണ്ടോ 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നമുക്ക് ആദ്യം കിട്ടിയതോ അതേ കാർഡ് തന്നെയാണ്, ഇപ്പോൾ വന്നിരിക്കുന്നതും അതേ കാർഡ് തന്നെയാണ് കേട്ടോ. ഒത്തിരി മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബന്ധം ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് എതിരെ, അതായത് നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംശയം ചെലുത്തിയിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തിയെടുത്ത് പലതും ഈ ഒരു വ്യക്തി ചില ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളെ പല വട്ടം നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ആ കൂട്ടരെന്നാണ് കാണുന്നത്. ഇത് കുറച്ച് പേർക്ക് മാത്രമേ റെസനേറ്റ് ആവൂ എന്ന് വെച്ചാൽ 10% ആൾക്ക് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ബന്ധത്തെ ശരിക്കും കണ്ടുകൂടാതെ നിങ്ങളെപ്പറ്റി പല കെണികളും പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ വ്യക്തിയെ വഴിതെറ്റിക്കാൻ പല ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. അവർക്കറിയാം സത്യം എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഇവിടെ സൺ വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വില എത്രത്തോളമാണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി. നിങ്ങളാണ് വിളിച്ചത്. അപ്പോൾ ആൾക്ക് ചില സാഹചര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കാതെയായിരിക്കാം ഈ വ്യക്തി പോയിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ, ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ വില മനസ്സിലാക്കാതെ മറ്റൊരു വശത്തോട്ട് പോയ വ്യക്തിയോ ആകാം, അല്ലെങ്കിൽ ഫാമിലി പറയുന്നിടത്ത് നിൽക്കുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും വില തരാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന വ്യക്തിയാകാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സംശയിച്ചിട്ട് മാറി നിൽക്കുന്ന വ്യക്തിയാണ്. എങ്ങനെയായാലും ഇതിനകത്ത് 5 ഓഫ് വാൺസിൻ്റെ എനർജി വന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇത് കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവർ ഈ വ്യക്തിയെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ഇതിനകത്ത് ശരിക്കും 5 ഓഫ് വാൺസിൻ്റെ എനർജി വന്നുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ മറ്റുള്ളവരുടെ ഇടപെടലുണ്ട്. ചില സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ നിങ്ങളുടെ വ്യക്തിയെ പിന്തിരിപ്പിച്ചതാവാം. എന്തൊക്കെയോ ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ വെളിച്ചമാണെന്നുള്ള ആ ഒരു പരമമായ സത്യം ആ വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടോ, ജസ്റ്റിസാണ്. അവർക്ക് നിങ്ങളിലേക്ക് വരും. പൂർവാധിക ശക്തിയോടെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരും കേട്ടോ. 100% ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല ഒരിക്കലും. കാരണം ജസ്റ്റിസ് നിങ്ങൾക്കാണ്. നീതി നിങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളതെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ കേട്ടോ. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവർക്ക് ഇപ്പോൾ നിങ്ങളെ വേണം. അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവരിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ സ്വന്തമാക്കണം. കണ്ടോ, ഇവിടെ കണ്ടോ, പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത്രയധികം സ്നേഹമാണ് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളടുത്ത്. ഒരുപാട് സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളടുത്ത് തോന്നുന്നുണ്ട് അവർക്ക്. ആക്ഷൻ എടുത്ത് കഴിഞ്ഞു കേട്ടോ നിങ്ങളുടെ വ്യക്തി. തീർച്ചയായിട്ടും അവർ ഇതിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവരെന്ത് ഇനി കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും ശരി, എന്തൊക്കെ നിങ്ങളുടെ വില മനസ്സിലാക്കാതെ നിങ്ങളുടെ വ്യക്തി പോയതെങ്കിലും ശരി, ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്താണെന്നുള്ള വില മനസ്സിലായി. നിങ്ങളാണ് വെളിച്ചം. കാരണം ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടി ആ വ്യക്തി കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് അനുഭവിച്ച് കാണും ആ വ്യക്തി. അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ ആ വ്യക്തിയെ ഒരുപാട് പാഠങ്ങളിൽ പഠിപ്പിച്ച് കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ അത്രയധികം ആൾ ആ ഒരു ഇതിലേക്ക് എത്താൻ കാരണം. ഇവിടെ കണ്ടോ, 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ആൾക്ക് വീണ്ടും ആ ഒരു ഹാപ്പി ലൈഫ്, ഹാപ്പി ഫാമിലി നിങ്ങളുമായിട്ട് വേണമെന്ന് ആൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ഒരുപാട് ഇതായിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും അവർ സ്ട്രഗിൾ അനുഭവിക്കുക. ചില സാഹചര്യത്തിൽ ഫിനാൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരിക, ഒരുപാട് തടസ്സങ്ങൾ വരിക. ഫിനാൻസ് ഇല്ലാത്തൊരവസ്ഥ, ഫിനാൻസിൽ ടൈറ്റായ ഒരവസ്ഥ, കടബാധ്യത വന്നൊരവസ്ഥ, ചില പേർക്ക് ജോലി നഷ്ടപ്പെട്ടൊരവസ്ഥ, എല്ലാം തകർന്നു പോയൊരവസ്ഥ. കാരണം ഇതൊക്കെ ഉണ്ടായത് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും വിട്ടുപോയപ്പോഴാണ്. അല്ലെങ്കിൽ നിങ്ങളെ വില മനസ്സിലാക്കാതെ ഈ ഒരു വ്യക്തി പരിഗണിക്കാതെ മാറി നിന്നപ്പോഴായിരിക്കാം. എങ്ങനെയായാലും ഇപ്പോഴാണ് അവർക്ക് ശരിക്കും നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായത്. നിങ്ങൾ കൂടെയുള്ള സമയത്തൊന്നും ആ വ്യക്തിക്ക് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങളും കൂടെ ഉള്ളപ്പോൾ ആ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എത്രയധികം ആ വ്യക്തിയുടെ ശക്തിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് ശരിക്കും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ അവർ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മാരേജ് ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒരു മാരേജൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നല്ല രീതിയിൽ. ഇവിടെ നല്ല ഒരു സ്ത്രീയുടെ ഒരു ഇതുണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിൽ പ്രശ്നക്കാരിയായിട്ടൊരു സ്ത്രീ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് എല്ലാ പേർക്കും കണക്റ്റ് ആവില്ല. ഇത് വെറും ഒരു 10% ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു അവസ്ഥ നേരിടുന്നത്. ഒരു സ്ത്രീ നിങ്ങൾക്കിടയിൽ പ്രശ്നക്കാരിയായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ.
അതാണ് മെയിൻ ഇതിന് കാരണം. അത് തേർഡ് പാർട്ടി ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു സ്ത്രീയുടെ ഇതാണ്, അത് അവരുടെ ഫാമിലിയിലോ ഏതോ ഒരു സ്ത്രീയാണ് കാണിക്കുന്നത് കേട്ടോ, ഒരു ഫെമിനിൻ എനർജിയാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇത്രയും മാറ്റം വരാൻ കാരണം തന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ആ ഒരു സ്ത്രീയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിനെ തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം അവർ. ഈ ഒരു വ്യക്തിക്ക് ഇപ്പം എങ്ങനെയായാലും ശരി നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഈ ഒരു വ്യക്തിയും നിങ്ങളും ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരിചയമുള്ളതായിരിക്കാം. അപ്പം എങ്ങനെയായാലും ശരി ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാകാം. എങ്ങനെയായാലും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, 2 കപ്സിൻ്റെ എനർജിയാണ്. അത്രയേറെ അവരുടെ സോൾ ആഗ്രഹിക്കുകയാണ്. അവർക്കത് മനസ്സിലായി, ആ ഒരു സത്യം മനസ്സിലായി. നിങ്ങളാണ് അവർക്ക് യോജിച്ച പാർട്ട്ണർ. മറ്റാരെയും ആ ഒരു സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു വ്യക്തിക്ക്. അതാണ് കാണുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ മാസ്റ്റർ ഡെക്ക് വന്നിരിക്കുന്നതും കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പകരം വെക്കാൻ ഈ ലോകത്ത് അവർക്ക് മനസ്സിലായി, മറ്റാരെയും സാധിക്കില്ല നിങ്ങൾക്ക് പകരം വെക്കാൻ. അത്രയധികം സ്നേഹമാണ് ഈ ഒരു സമയത്ത്. പക്ഷേ നിങ്ങൾ കൂടെയുള്ളപ്പോഴാണ് ആ ഒരു കളി തമാശ, ആ ഒരു അത്രയും കളി തമാശയും നന്നായിട്ട് നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ ഇണങ്ങുന്നുണ്ടാവും, നിങ്ങൾ വഴക്കൂടുന്നുണ്ടാവും. എങ്ങനെയായാലും അവർക്കൊരു പറ്റിയ ഒരു യോജിച്ച ഒരു പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾ കൂടെയുള്ളപ്പോഴാണ് അവരുടെ ആ മനസ്സിന് ആ ഒരു സന്തോഷവും സമാധാനവും. ഇടയ്ക്ക് നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും ശരി അവർക്ക് വലുത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്രയധികം സ്നേഹം ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ഇവിടെ നിങ്ങളെ ബ്ലോക്കാക്കിയതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തി കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ തകർന്ന അവസ്ഥയിലേക്കെല്ലാം പോയതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ എങ്ങനെയായാലും ഇത് മാറാൻ പോകുന്നു കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരു ചേഞ്ചിലേക്കാണ് നിങ്ങളിനി വരാൻ പോകുന്നത്. നല്ലൊരു മാറ്റത്തിലൂടെയാണ് ഇനി ഇത് വരാൻ പോകുന്നത്. അവർ ആ തെറ്റിദ്ധാരണ, ഇപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ ഈ വ്യക്തി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. തെറ്റിദ്ധരിച്ച വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തി അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ മനസ്സിലായി. കണ്ടോ, ഹെർമിറ്റാണ് ഫസ്റ്റ് വന്നത് തന്നെ. അപ്പോൾ ആ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയായാലും ശരി ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള വീണ്ടും നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നു, നിങ്ങൾ ഒന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ ഇവിടെ ഒരു റിയൂണിയനൊക്കെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മാരേജൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകും എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. മലപ്പുറം മാരേജ് ഉണ്ടാകും നിങ്ങൾ തമ്മിൽ. ടൈലറിങ് ഫെബ്രുവരി. ക്യൂ ആണ്, ലെറ്റർ ക്യൂ. സോഷ്യൽ വർക്കർ ആയിരിക്കാം. മകം നക്ഷത്രം വന്നിട്ടുണ്ട്. ലെറ്റർ ടി ആണ് വന്നിരിക്കുന്നത്. ഐ ആണ്, ബ്യൂട്ടീഷ്യൻ. 12, 15 റിയൂണിയൻ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. മിറാക്കിൾസ് സംഭവിക്കും നിങ്ങൾക്കിടയിൽ. 44 രോഹിണി. പൂരുരുട്ടാതി. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ലെറ്റർ പി ആണ് വന്നിരിക്കുന്നത്. 14 ഡി ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ ഡി ആണ്. പാലക്കാട് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഉത്രുട്ടാതി 23 ഒ വന്നിട്ടുണ്ട്. ലെറ്റർ ഒ. ഡിസംബർ മാസം ലെറ്റർ എഫ് ആണ് വന്നിരിക്കുന്നത്. സെഡ് വന്നിട്ടുണ്ട്. തൃക്കേട്ട. എൽ, ലെറ്റർ എൽ ആണ്. ബ്ലൂ കളർ. ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ഗ്രീൻ കളർ. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഒക്ടോബർ 25 ആണ് വന്നിരിക്കുന്നത്. പൂയം നക്ഷത്രം. പത്തനംതിട്ട. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്